السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ മുഅ്മിനുകളെ, ഇന്ന് ഖുതുബ ചർച്ച ചെയ്യുന്ന വിഷയം അല്ലാഹു ലതീഫും ബിഇബാദിഹി, അല്ലാഹു ദയാപരൻ, തൻ്റെ അടിമകളോട് ദയ കാണിക്കുന്നവനാണ് സർവശക്തനായ റബ്ബ്. ആദ്യമായി വത്തഖുല്ലാഹല്ലദീ അൻതും ബിഹി മുഅ്മിനൂൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനോട് സൂക്ഷ്മത പുലർത്തുവാനും ഭക്തിയുള്ള അടിമകളായി മാറുവാൻ ആദ്യമായി ഖുർആൻ നമ്മെ ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ലത്തീഫ് എന്നൊരു നാമം, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതും ഇസ്മുൻ കരീമും മിൻ അസ്മാഇല്ലാഹിൽ ഹുസ്ന വവസ്ഫുൻ ജലീലും മിൻ സിഫാതിഹിൽ ഉലാ ഖരീബും ഇലൻ നുഫൂസി മുഹബ്ബബുൻ ഇലൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട നാമവും അള്ളാഹുവിൻ്റെ ഏറ്റവും ഉദാത്തമായ വിശേഷണവും നമ്മുടെ മനസ്സിനടുത്തു നിൽക്കുന്നതും നമ്മുടെ ഹൃദയത്തിന് എപ്പോഴും ഇഷ്ടമുള്ളതുമായ ഒരു നാമമാണ് ലത്തീഫ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ദയാപരൻ എന്ന് വിശേഷണമുള്ള അള്ളാഹുവിൻ്റെ നാമം. സൃഷ്ടികളായ നാം നമ്മുടെ എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നവരാണ് അവിടുത്തെ അടിമകൾ, അള്ളാഹുവിൻ്റെ ആ ദയയെക്കുറിച്ച്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം ഒരുപാട് തെറ്റുകൾ ചെയ്യുമ്പോഴും ദിനേന തെറ്റുകൾ കാണുമ്പോഴും ചെയ്യുമ്പോഴൊക്കെയും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിൻ്റെ വാതിലുകളാണ്, റഹ്മത്തിൻ്റെ വാതിലുകളാണ് തൻ്റെ അടിമയുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ അള്ളാഹു കാണുകയില്ല എന്ന ഉദ്ദേശത്തോടെയാണോ നാം തെറ്റു ചെയ്യുന്നത്? ഒക്കെയും നാം ചെയ്യുന്ന ഓരോരോ കർമ്മങ്ങളും കൃത്യമായി നിരീക്ഷിക്കുന്നവരാണ്, അറിയുന്നവനാണ് സർവശക്തനായ റബ്ബ്. പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കണ്ണുകൾക്ക് അല്ലാഹുവിനെ കാണാൻ ആവില്ല, എന്നാൽ അല്ലാഹു എല്ലാ കണ്ണുകളെക്കുറിച്ച് കാണുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. അല്ലാഹു ദയാപരനാണ്, ദയാനിധിയാണ്, അടിമകളോടൊന്നും കാരുണ്യം പ്രവർത്തിക്കുന്നവനാണ് സർവശക്തനായ റബ്ബ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, പരസ്യമായും രഹസ്യമായും നാം ചെയ്യുന്ന തെറ്റുകളൊക്കെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവനാണ്, കൃത്യമായി അറിയുന്നവനാണ് സർവശക്തനായ റബ്ബ്. ബഹുമാനപ്പെട്ട ലുഖ്മാൻ അലൈഹിസ്സലാം അവിടുത്തെ മകനെ ഉപദേശിച്ചുകൊണ്ടുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ പറ്റും, യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സുഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹാ അല്ലാഹു ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. ഓ പൊന്നാരമോനെ, നമ്മുടെ ഒരു കർമ്മം, ഒരു കടുമണി തൂക്കം വലിപ്പത്തിലുള്ള ഒരു കർമ്മം നാം പാറക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചാലും ആകാശഭൂമികളിലെ എവിടെ ഒളിപ്പിച്ചു വെച്ചാലും അത് അല്ലാഹു പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അത് അല്ലാഹു അറിയുന്നവനാണെന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനെ ഉപദേശിക്കുന്നതായി പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുതന്നെയാണ് ഖുർആൻ നമ്മെ ചോദിക്കുന്നു, അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. നിങ്ങളെ സൃഷ്ടിച്ചവൻ കാര്യങ്ങൾ അറിയുന്നില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതൊക്കെയും അറിയുന്നവനാണ്. അല്ലാഹു ദയാപരനാണ്, ഒക്കെയും അറിയുന്നവനാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹു നാം അറിയാത്ത മാർഗത്തിലൂടെ നമ്മുടെ ജീവിതമാർഗം നൽകുന്നവനാണ്, ജീവിതത്തിന് ആവശ്യമായ അന്നം നൽകുന്നവനാണ് സർവശക്തനായ റബ്ബ്. അതാണ് അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു തൻ്റെ സൃഷ്ടികളോട്, അടിമകളോട് ദയാമയനാണ്, അവനുദ്ദേശിക്കുന്നവർക്ക് അന്നം നൽകുന്നവനാണ് സർവശക്തനായ റബ്ബ്. അവന് മനുഷ്യനൊന്നും വ്യത്യാസമില്ലാതെ
ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവർക്കും ഭക്ഷണം നൽകുന്നവനാണ്. മൃഗങ്ങളോ ഇൻസെക്റ്റോ എന്ന വ്യത്യാസമില്ലാതെ സർവർക്കും അവർക്ക് ആവശ്യമായ അന്നം നൽകുന്ന സർവശക്തനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അങ്ങനെയുള്ള അല്ലാഹുവിൻ്റെ കാരുണ്യം, അല്ലാഹുവിൻ്റെ സ്നേഹം, അല്ലാഹുവിൻ്റെ ഇഷ്ടം നമുക്കെങ്ങനെയാണ് ലഭിക്കുക? അല്ലാഹുവിൻ്റെ ലത്തീഫ് എന്ന് പറയുന്ന വാക്കിനർത്ഥം അറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ, അതിനെ ഓർത്തുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ ജീവിതം എത്ര ധന്യമാകും. ആദ്യമായി നമുക്ക് പറയാനുള്ളത് അല്ലാഹുവിനെ വഴിപ്പെടുക എന്നുള്ളതാണ്. കൃത്യമായി അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുകയും ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഏറ്റവും ഉദാത്തമായ ജീവിത ശൈലിയാണ് റബ്ബിന് ഇഷ്ടപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജീവിത ശൈലി തിരഞ്ഞെടുക്കുമ്പോഴാണ് അല്ലാഹുവിൻ്റെ കാരുണ്യവും അല്ലാഹുവിൻ്റെ സ്നേഹവും ദയവും അടിമകളായ നമുക്ക് ലഭിക്കുന്നത്. ആദ്യമായി വഴിപ്പെടുക. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് മോചനമാർഗം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നതാണ്. നാം അറിയാത്ത വഴികളിലൂടെ, നാം പ്രതീക്ഷിക്കാത്ത മാർഗങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമാതൊക്കെയും അല്ലാഹു നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തു ചെയ്യണം? നാം കൃത്യമായി റബ്ബിനെ വഴിപ്പെടണം. മറ്റൊരു മാർഗം, അല്ലാഹുവിൻ്റെ അടിമകളോട് നാം കാരുണ്യം ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ വിഷമങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കുക, അവർക്ക് ആവശ്യമായ എല്ലാ സഹകരണങ്ങൾ ചെയ്യാൻ നമ്മുടെ സ്വജീവികളോട്, നമ്മളൊന്ന് ജീവിക്കുന്നവരോട് അവരുടെ വിഷമം അറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ അല്ലാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബിദ് ദുനിയ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിശ്വാസിയുടെ ബുദ്ധിമുട്ട് പരിഹരിച്ചു കൊടുത്താൽ, ഒരു വിശ്വാസിയുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നാം പരിഹരിച്ചു കൊടുത്താൽ, ആഖിറത്തിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ അല്ലാഹു പരിഹരിച്ചു തരുമെന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹിർ റുഹമാ. അല്ലാഹു തൻ്റെ അടിമകളിൽ വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് കരുണ ചെയ്യുന്നവർക്കാണ് അല്ലാഹുവിൻ്റെ റഹ്മത്ത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മളൊന്ന് ജീവിക്കുന്നവരോട് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരെ വിഷമിപ്പിക്കാതെ നല്ലത് മാത്രം നൽകിക്കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം നൽകാൻ നാം തയ്യാറാകണം. നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാളുടെ മനസ്സിലേക്ക് സങ്കടം വിതരുന്ന ഒരു പ്രവർത്തനം പോലും നമ്മുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. കാരണം വഖൂലു ലിന്നാസി ഹുസ്നൻ, അതാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ജനങ്ങളോട് നല്ലത് പറയുക, കൂട്ടുകാരോട് നല്ലത് പറയുക, ഒന്നിച്ച് ജോലി ചെയ്യുന്നവരോട് നല്ലത് പറയുക, വീട്ടുകാരോടും എല്ലാവരോടും നല്ലത് മാത്രം പറയുക. അതാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്ന ജീവിത ശൈലി. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന സ്വഭാവം. അത് തന്നെയല്ല ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. ആ സ്വഭാവം കണ്ടുകൊണ്ടാണ് ശത്രുക്കൾ പോലും ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം കണ്ടുകൊണ്ടാണ്, അവിടുത്തെ ജീവിതശൈലി കണ്ടുകൊണ്ടാണ്, അവിടുത്തെ ശിഷ്യന്മാരുടെ പ്രവർത്തനം കണ്ടുകൊണ്ടാണ് അവിശ്വാസികൾ പോലും ഇസ്ലാം മതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നല്ല സ്വഭാവത്തിൽ ജീവിക്കാൻ, എല്ലാവരോടും സ്നേഹം കൊണ്ട് പ്രകടിപ്പിക്കുവാൻ, എല്ലാവരെയും അടുത്തറിയാൻ നാഥനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.